വീട്ടുകാർ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ. അഞ്ചാമത്തെ പരിഹാരം അതാണ്. ഒന്നാമത്തെ പരിഹാരം എന്താണ്? ഒരുമിച്ച് നിസ്കരിക്കണം. 2, ഒരുമിച്ച് ഖുർആൻ ഓതണം. 3, ഒരുമിച്ച് അല്പനേരമെങ്കിലും 5 മിനിറ്റെങ്കിലും ദിക്ർ ചൊല്ലിക്കോ. 4, ഒരുമിച്ച് ദുആ ചെയ്യണം. ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് അവരൊരുമിച്ച് ദുആ ചെയ്യേണ്ട മക്കളുണ്ടെങ്കിൽ അവരോട് ആമീൻ പറയാൻ വേണ്ടി പറയും. ആമീൻ പറയട്ടെ. 5-ാമത്തേത്, വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന് ബർക്കത്തില്ലേ? ഒന്നും ചെയ്യാൻ പറ്റൂലേ? വാപ്പ വരും, സംസ്കാരം കഴിഞ്ഞ് കറക്റ്റ് 8 മണിക്ക് വാപ്പക്കപ്പ് ഭക്ഷണം കഴിക്കണം. വാപ്പ ഭക്ഷണം കഴിച്ചു. മൂത്ത മോൻ വരും 9 മണിക്ക്. തൊട്ടടുത്ത അനിയൻ വരും 12 മണിക്ക്. പിന്നെ ഉള്ള വരുന്ന രാത്രി 3 മണിക്കാണ്. പ്രായം കുറയുന്നോറും ലേറ്റ് ആയിട്ടാണ് വരിക. അപ്പൊ ഓനുള്ള ഭക്ഷണം എടുത്തു വെക്കും. ഓൻ കഴിച്ചോ കഴിക്കാതെ എലിയ പൂച്ച കഴിച്ചെന്ന് അറിയില്ല, ഓൻ കടന്നോ അല്ലേ വന്നോ എന്നറിയില്ല. അങ്ങ് ഇതല്ല വീട്. വീട്ടുകാർ മുഴുവനും ഒരുമിച്ചിരുന്ന് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഉമ്മയും അപ്പയും മക്കളും ഭാര്യയും ഭർത്താവും മക്കളും അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ പുണ്യമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിലേക്ക് ബറക്കത്തിറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. സ്വഹാബികൾ വന്ന് പരാതി പറഞ്ഞില്ലേ, നബിയേ ഇന്നാ നഅകുലു വലാ നശ്ബഉ യാ റസൂലല്ലാഹ്, ഞങ്ങൾ തിന്നുന്നുണ്ട് നബിയേ, ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല. ഞങ്ങൾ തിന്നുന്നുണ്ട് നബിയേ, ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല. ഇന്നാ നഅകുലു വലാ നശ്ബഉ. പരാതിയാ, നബിയേ തിന്നുന്നുണ്ട് വയറ് നിറയുന്നില്ല. എത്ര സ്വഹാബികൾക്ക് വളരെ കുറച്ച് കഴിക്കുമായിരുന്നുള്ളൂ. വയറിന്റെ 1/3 ഭക്ഷണം സോളിഡ്, 1/3 ലിക്വിഡ്, വെള്ളത്തിന് 1/3 ഫോർ എയർ, ഫോർ ബ്രീതിങ്. നമുക്ക് വായുവിന് 1/3 ഒഴിച്ചിടണം, 1/3 വെള്ളത്തിന്, 1/3 ഭക്ഷണത്തിന്. ഇതുവരെ ഏറ്റവും കൂടുതൽ ഹെൽത്തി ലിവിങ്ങിന് ആവശ്യമാണെന്ന് ഇങ്ങനെ തിന്നുന്ന സ്വഹാബികളാണ് നബിയോട് പരാതി പറയുന്നത്. നബിയെ ഇന്നാ നഅകുലു വലാ നശ്ബഉ യാ റസൂലല്ലാഹ്, ഞങ്ങൾ തിന്നുന്നുണ്ട് നബിയെ, ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല. നബിയുടെ മറുപടി എന്താണെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മറുപടി ചികിത്സ കൊടുക്കുകയാണ്. കുലൂ ജമീഅൻ, മറുപടി പറയാണ് റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കിൻ. നിങ്ങൾ വയറ് നിറച്ച് തിന്നുന്നവരല്ല, പക്ഷേ ആ ഭക്ഷണത്തിൽ തന്നെ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരും. കുലൂ ജമീഅൻ, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക.